കേരളത്തിൽ 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിച്ച് UDF. 140-ൽ 102 സീറ്റ് പിടിച്ചാണ് UDF വിജയം. LDF 35 സീറ്റുകൾ നേടി. ആദ്യമായി കേരളത്തിൽ NDA 3 സീറ്റുകൾ നേടി. സർവേകൾക്കും എക്സിറ്റ് പോളിനുമെല്ലാം അപ്പുറത്തായിരുന്നു കേരളത്തിന്റെ ജനവിധി. 2021-ലെ 40 എന്നതിൽ നിന്നാണ് UDF 102 എന്ന ഭൂരിപക്ഷത്തിലേക്കെത്തി കേരളം പിടിച്ചത്. LDFന് 35 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. NDA കേരളത്തിൽ ആദ്യമായി 3 സീറ്റുകൾ പിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി മാറി ഇത്തവണത്തേത്. UDFന്റെ 102 സീറ്റിൽ മുസ്ലിം ലീഗ് 22 സീറ്റുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 7-ഉം RSP 3 സീറ്റുകളും നേടി. UDF സ്വതന്ത്രരായി മത്സരിച്ച TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും G സുധാകരനും വിജയിച്ചു കയറി. LDFന്റെ മത്സരിച്ച 19 മന്ത്രിമാരിൽ 13 മന്ത്രിമാരും പരാജയപ്പെട്ടു. GR അനിൽ, സജി ചെറിയാൻ, P പ്രസാദ്, KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, K രാജൻ എന്നിവരാണ് വിജയിച്ചത്. LDFന്റെ 35 സീറ്റിൽ CPIM 26-ഉം CPI 8-ഉം RJD 1 സീറ്റും നേടി. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലൂടെയാണ് BJP കേരളത്തിൽ ആദ്യമായി 3 സീറ്റുകൾ നേടിയത്. കഴിഞ്ഞ 15 വർഷത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ കേരളം കണ്ടത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.